നാട്ടുവണ്ടി ഓടിയെത്തി നിൽക്കുന്നത് ലോകനാർക്കാവിന്റെ മുറ്റത്താണ്. തച്ചോളിയോധനന്റെയും ഉണ്ണിയാർച്ചയുടെയും ഒക്കെ വീരകഥകൾ പാടിപ്പതിഞ്ഞ മണ്ണ്, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ ഉറച്ച പാദമുദ്രകൾ പതിഞ്ഞ മണ്ണ്. ഈ ലോകനാർക്കാവിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നാട്ടുവണ്ടി നിങ്ങളോട് പറയുന്നത്. എന്റെ പുറകിൽ കാണുന്ന ഈ കെട്ടിടം കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇതൊരു കൊട്ടാരമാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. പക്ഷെ കൊട്ടാരമൊന്നുമല്ല കേട്ടോ, ഇത് ഒരു ടൂറിസം ഗസ്റ്റ് ഹൗസ് ആണ്. നമ്മുടെ നാട്ടിലെ സർക്കാരിൻ്റെ ഏറ്റവും മികവുറ്റ സംവിധാനങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാൻ കഴിയുന്നത്. ഇത് ലോകനാർക്കാവിൻ്റെ ഭാഗമായിട്ടുള്ള ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസിന് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഏറ്റവും മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ സാധാരണക്കാർക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഇവിടെ വന്ന് താമസിച്ച് ലോകനാർക്കാവും പരിസരവും ഒക്കെ കണ്ടുമടങ്ങാമെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 14ഓളം മുറികളുണ്ട്, AC മുറികളുണ്ട്, നോൺ AC മുറികളുണ്ട്. ഏറ്റവും ചുരുങ്ങിയ പൈസയ്ക്ക് അത് കിട്ടുകയും ചെയ്യും. ഒരു കിഫ്ബി പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ട് 14 കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് ഈ ഗസ്റ്റ് ഹൗസും ഒപ്പം തന്നെ ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഊട്ടുപുര, ചിറ, തന്ത്രിമഠം ഒക്കെ നവീകരിച്ചെടുത്തിരിക്കുന്നത്. നല്ല ഗംഭീരമാണല്ലോ ക്ഷേത്രവും. വളരെ മനോഹരമായ ഗസ്റ്റ് ഹൗസ് ആണ്. അതുപോലെ കളരിയും. ഇപ്പോൾ അടുത്ത് തന്നെ പിന്നെ ഇവിടുന്ന് പോർച്ചുഗലിൽ നിന്ന് വിനോദസഞ്ചാരികൾ വന്നിരുന്നു. ഒരു 11 ദിവസം താമസിച്ചു പോയി. അതാ മന്ത്രി മുഹമ്മദ് റിയാസ് അവരെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അതെ അതെ അതെ. മൊത്തത്തിൽ ഗവൺമെന്റിന്റെ വലിയ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ മലബാർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണ് ഗസ്റ്റ് ഹൗസ്. ടൂറിസം വകുപ്പിന്റെ ആണല്ലേ ഗസ്റ്റ് ഹൗസ്? അതെ അതെ, ടൂറിസത്തിന്റെ ആണ്. അവരുടെ ഇതിലാണ്. നല്ല പിന്തുണയുണ്ടല്ലേ? ഓ, നല്ല സപ്പോർട്ടാണ്. ഈ ഗസ്റ്റ് ഹൗസ് ഒക്കെ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണല്ലോ ഉണ്ടായിരിക്കുന്നത് അല്ലേ? വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2006 മുതൽ 2011 വരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലഘട്ടത്തിൽ അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവിനെ കാണുകയും ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുക, ഇവിടുത്തെ സമഗ്രമായ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാവൂ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് അതിൻ്റെ പരമായിട്ടാണ് ടൂറിസത്തിന് വേണ്ടിയിട്ട് 7 കോടി രൂപ 2006. പക്ഷേ പിന്നീട് വന്ന UDF ഗവൺമെൻറ് ഈ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതൊന്നും തുടർന്ന് പ്രവൃത്തി നടത്താത്ത സ്ഥിതി വന്നപ്പോൾ അതിനുശേഷം തുടർഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2021 ഗവൺമെൻറ് വന്ന കാലഘട്ടത്തിലാണ് ഏകദേശം 14 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ലോകനാർക്കാവിൽ നടപ്പിലാക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടുവണ്ടി യാത്ര തുടരുമ്പോൾ മനോഹരമായ മറ്റൊരു കാഴ്ചയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ലോകനാർക്കാവ് ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കളരി സംഘത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്നോടൊപ്പം മധുഗുരുക്കൾ കൂടി ചേരുകയാണ്. ഇവിടെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് ഗുരുക്കളാണ്. ഗുരുക്കളെ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് കളരിയും കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ്? കളരിയൊക്കെ സജീവമാണ്. കടത്തനാട് എന്ന് പറയുന്നത് കളരിയുടെ ഈറ്റിലമാണ്. അപ്പോൾ ലോകനാർക്കാവ് തച്ചോളിയോധനൻ്റെ ഇഷ്ടദേവത കുഴികൊള്ളുന്ന ഒരു പ്രദേശമാണ് ലോകനാർക്കാവ്. ലോകനാർക്കാവിലെയും കേരളത്തിലെ കളരിപ്പയറ്റ് സ്നേഹിക്കുന്നവരുടെയും വലിയൊരു പ്രതീക്ഷയായിരുന്നു ലോകനാർക്കാവിലൊരു കളരി എന്നത്. കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ലോകനാർക്കാവ് ദേവസ്വം കീഴിൽ ഒരു ലോകനാർക്കാവ് ദേവസ്വം കളരി സംഘം രൂപീകരിക്കുകയും സർക്കാരിൻ്റെ കീഴിൽ വന്നതാണ്. അതിനുശേഷം ഇവിടെ ഗസ്റ്റ് ഹൗസും അതുപോലെ തന്നെ ഈ കളരിയും വന്നതിന് ശേഷം ഇവിടെ വളരെ സജീവമായിട്ട് എല്ലാ പ്രദേശത്തും കളരി പഠിക്കാൻ വേണ്ടി കുട്ടികൾ എത്തിച്ചേരുകയാണ്. ഇവിടെ ഇപ്പോൾ 100 കുട്ടികൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സജീവമായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ പല തിരക്കുണ്ടെങ്കിലും ഇപ്പോൾ രക്ഷിതാക്കന്മാർ കളരി പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. ഞാനിങ്ങോട്ട് വന്നു ഇപ്പോൾ ഗുരുക്കളുടെ ഒരു ശിഷ്യ ഇവിടെ ഈ കടലിൽ തട്ടിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ അംഗത്തട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ശില്പ നമ്മുടെ മണിയൂർ കളരിയിലുള്ള ഒരു കളരി വിദ്യാർത്ഥിയാണ്. ഈ വർഷത്തെ ബാച്ചിലാണ് ചേർന്നത്. അവളും അവിടെ പിന്നെ മകനും കളരിയിൽ പഠിക്കുന്നുണ്ട്. അവിടെ ആ കളരിയിൽ തന്നെ 4 സ്ഥാനാർത്ഥികൾ എൻ്റെ ശിഷ്യന്മാരാണ്. എങ്ങനെയുണ്ട് കളരിത്തട്ടിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ അംഗത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ? നല്ലൊരു കാര്യം തന്നെയാണ്. കളരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങിയത്. കളരിയിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാനും അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പരസ്പരം ഇതിന്റെ പരിശീലനത്തിന്റെ ഭാഗമായി ഏറ്റുമുട്ടി നമ്മൾ രാഷ്ട്രീയത്തിന്റെ ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആത്മവിശ്വാസം, പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ്? ആത്മവിശ്വാസം അത് ഈ കളരിയിൽ നിന്ന് തന്നെ കിട്ടുന്നത് കൊണ്ട് തന്നെ വളരെ നല്ലൊരു പ്രചോദനമാണ്. അപ്പോൾ ഈ കളരിയിലെ നമ്മുടെ കരുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് രാഷ്ട്രീയത്തിൽ മെയ് വഴക്കം നമുക്ക് അവിടെ ഇറങ്ങുമ്പോൾ പ്രയോജനപ്പെടും.
എല്ലാവരുടെ ഇടയിലോട്ടൊന്ന് മിങ്കിൾ ചെയ്ത് പോകാനല്ലേ? അപ്പൊ ഈ കളരിയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ ജനവിധി തേടുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഒരു നാടിൻ്റെ സാംസ്കാരിക പെരുമ സംരക്ഷിക്കുന്നതിന്, പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിന് സർക്കാർ നടത്തുന്ന ഏറ്റവും മൈന്യൂട്ടായ ഇടപെടലാണ് ഈ കളരി സംഘത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മനോഹരമായ കാഴ്ചകൾ ഇനിയും ബാക്കിയാണ്. നമുക്ക് മറ്റൊരിടത്ത് വീണ്ടും കാണാം. അപ്പോൾ നാട്ടുവണ്ടി യാത്ര തുടരും.